അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാനൊരു ബ്ലോഗ് ചെയ്തിരുന്നു. ആ ബ്ലോഗിൽ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഇന്ന് വരെയും ഈ പറയുന്ന അറബ് കൺട്രീസ് അല്ലെങ്കിൽ OIC തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രംപിനും അമേരിക്കക്കും ഈ ഇസ്രായേലിനും അടിമവേല ചെയ്യുക എന്നതിന് വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഈ അറബികൾ മാറിയിരിക്കുന്നു. സ്വന്തമായിട്ട് ഒരു നട്ടലോട് കൂടെ കാര്യങ്ങൾ പറയാനുള്ള കാലം അവർക്ക് കഴിഞ്ഞുപോയി. അഥവാ ഭൗതിക താല്പര്യം. അല്ലാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചപ്പോൾ വഹൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഭൗതിക ജീവിതത്തോടുള്ള അതിയായ താല്പര്യം, അതുവഴി ഖബറുകളെ മറന്നു കളയുക, യുഹിറ്റിടങ്ങളോടുള്ള പ്രിയം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് എങ്ങനെയാണോ സമ്പത്ത് സൗകര്യങ്ങൾ സുഖിച്ച് കഴിയുക എന്നതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് മനുഷ്യ സഹജമായിട്ടുള്ളൊരു വാസനയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഒമാ ഉബജ്ജു നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു ഇല്ലാമ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. അതാണ്. അഥവാ ഈ മനുഷ്യ ശരീരത്തിൻ്റെ എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ ഒരു ഇച്ഛയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ ശരീരത്തിൻ്റെ ആ ഇച്ഛ എന്ന് പറയുന്നത് തോന്നിവാസങ്ങളോടാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഇച്ഛ ഇപ്പോൾ ശക്തിയായിട്ട് പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അറബ് കൺട്രീസ്. നമുക്ക് അറിയുള്ള ഈ അറബികൾ ഏകദേശം ഒരു പരിശുദ്ധമായ മതം വിട്ടുകൊണ്ട് ഭൗതിക ജീവിതത്തോട് മാത്രമുള്ള ആർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. നമ്മളൊക്കെ പറയുമല്ലോ, ശരിക്കും അവരുടെ ഈ നമ്മളൊക്കെ ഈ നട്ടല് എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടോ എന്ന് നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നട്ടല് കാണില്ല. അവിടെ പിന്നെ എന്താണ് സാധാരണ നമ്മൾ പറയാറുണ്ട്, വെറും ഒരു ഉണക്ക ചുള്ളിയാണോ കാണുന്നത്? അതല്ല, എനിക്ക് തോന്നുന്നു അവർക്ക് നട്ടലിന് പകരം യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അഥവാ നെത്യാനോഹുവിൻ്റെയും ട്രംപിൻ്റെയും നട്ടലുകളാണ് അവരുടെ ഓരോ ശരീരത്തിനും കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് അവർക്ക് ഒരു നട്ടല്ലോ പ്രാപ്തിയോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം അതിൻ്റേതായ അന്തസ്സിനും അഭിമാനത്തിനും നിലനിൽപ്പിനും ഏറ്റ ഒരു പ്രഹരം. ആ പ്രഹരത്തിന് അവർ തിരിച്ചടി ശക്തിമത്തായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് 7:30 ഇന്ത്യൻ സമയം ഒരു 9 മണിക്ക് ശേഷം സൗദിയിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെ കൂടെ സമ്മേളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസ വാർത്തകൾക്ക് വേണ്ടിയാണ് ലോകം ഉറ്റുനോക്കിയത്. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന് ശേഷം ഒരു മധ്യസ്ഥന്മാർ കൂടിയിട്ടുണ്ടാകുമ്പോൾ അല്ലേ, ഒരു ആക്രമണത്തിന് ശേഷം മധ്യസ്ഥന്മാരുടെ ചർച്ചയ്ക്ക് വേണ്ടി അല്ലേ കാതോർത്ത് കാത്തിരിക്കുന്നത് പോലെ ഇത് ലോകത്ത് ഈ പറയുന്ന ചട്ടമ്പികൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ക്രമസമാധാന തകർച്ച, ലോകത്തിൻ്റെ മൊത്തമുള്ള നാശം, ആ നാശത്തിന് ഒരു പരിഹാരം നോക്കിയാണ് ലോകത്തിൻ്റെ കണ്ണുകൾ ഈ പറയുന്ന റിയാദിലേക്ക് ഇന്ന് തിരിച്ചു വിട്ടത്. ചെവിയും കണ്ണും കാത് കൂർപ്പിച്ച് കണ്ണും നട്ട് യഥാർത്ഥത്തിൽ കാത്തിരുന്നത് ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ, കിരണങ്ങളായിരുന്നു. പക്ഷേ ഈ പറയുന്ന നട്ടലിന് പകരം നെതന്യാഹുവിൻ്റെയും ഈ പറയുന്ന ട്രംപിൻ്റെയും നട്ടല് മാത്രം വളച്ചു വെച്ചിട്ടുള്ള അറബികൾക്കുണ്ടോ വല്ല കാര്യങ്ങളും ബോധ്യമാകുന്നത്? അവർ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ ചായ കുടിച്ചു എന്നല്ല എന്ന് പറഞ്ഞാൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പോലും പറയാൻ വയ്യാത്ത വണ്ണം അപമാനിച്ച് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത വണ്ണം ഇല്ലേ. ഇപ്പോൾ എന്താണ് ട്രംപ് അണ്ണൻ തീരുമാനിക്കുന്നു, ദീദി അണ്ണൻ എന്തു പറയുന്നുവോ അഥവാ നെതന്യാഹു അണ്ണൻ എന്തു പറയുന്നുവോ അത് മുഴുവനും ട്രംപ് അണ്ണൻ സ്വീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇനി ഈ രാജ്യത്തിന് കാട്ടിക്കൂട്ടുക? ആലോചിച്ച് നോക്കൂ. പ്രതികാരം എന്ന നിലക്ക് ശക്തിമത്തായിട്ടുള്ള തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ UAE-യിലേക്ക് നൽകിയിട്ടുണ്ട്. UAE-യിലെ ഹബ്സാൻ എന്ന് പറയുന്ന എണ്ണ റിഫൈനറി മുഴുവനായിട്ട് ബാലിസ്റ്റിക് മിസൈൽ കൊണ്ട് ആക്രമിച്ച് ഇല്ലാതാക്കി എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഖൊറം ഷെയർ എന്ന് പറയുന്ന അവരുടെ വലിയ ബാലിസ്റ്റിക് മിസൈൽ കരുത്തനായിട്ടുള്ള ഖൊറം ഷെയർ പോലെയുള്ള ഈ കരുത്തന്മാരായിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മാത്രമല്ല ഈ സിജീൽ എന്ന് പറയുന്ന മിസൈലുകൾ ശക്തിമത്തായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വടക്കൻ കൊറിയയുടെ പുതിയ ആയുധങ്ങളും എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ശക്തിമത്തായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഖത്തറിന് പോലും 80% ഖത്തറിന് പങ്കുള്ള ആ എണ്ണ റിഫൈനറിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വീണ്ടും കത്തിച്ചു കളഞ്ഞത് ഇന്ന്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നിട്ട് പോലും അതിന് പകരം വീട്ടുന്നത് ആരോടാണ്? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഖത്തർ പകരം വീട്ടേണ്ടിയിരുന്നത് അല്ലേ. ഖത്തർ ഇന്ന് രോഷം കൊണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഇത് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെയാവണമല്ലോ ആ രോഷം. പക്ഷേ ആ രോഷം മുഴുവനും തീർത്തത് ഈ പറയുന്ന ഇറാനോടാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മേലെ ആക്രമണം ഉണ്ടായാൽ ട്രംപ് അണ്ണ നീ ഞങ്ങളെ സഹായിച്ച് നിങ്ങളാകെ ഇറാനാണ് ഭസ്മമാക്കി കളഞ്ഞാള എന്ന ഒരു പച്ചക്കൊടിയാണ് ഇപ്പോൾ അത് സമ്മേളനത്തിൻ്റെ അവസാനം നമ്മൾ ആശ്വാസത്തിൻ്റെ
കണ്ണും കാതും നട്ട് കാത്തിരുന്നതിന് നമുക്ക് കിട്ടിയ വാർത്ത ഇപ്പോൾ അങ്ങേയറ്റം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായി. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പരമോന്നത നേതാവിനെ ഇല്ലാതാക്കി, കുടുംബത്തെ ഇല്ലാതാക്കി, അവിടുത്തെ ശൗചാലയങ്ങൾ ഇല്ലാതാക്കി, ആസ്പത്രികൾ ഇല്ലാതാക്കി, സ്കൂളുകൾ മുഴുവൻ ബോംബിട്ട് തകർത്തു. എന്നിട്ടും ഇപ്പോൾ ഈ പറയുന്ന ട്രംപ് അണ്ണനെ കൈയൊടിയുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ തലയിൽ ചാണകമെന്ന് പോലും പറയാൻ കഴിയില്ല. ഇവരുടെ തലയിൽ യഥാർത്ഥത്തിൽ ഈ അറബ് നേതാക്കളുടെ തലയിൽ എന്താണ് കയറ്റി വെച്ചിട്ടുള്ളത് എന്ന് ട്രംപ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ അവിവേകി ഒരു ചെറിയ കുട്ടിക്ക് പോലും സഹവസിച്ചാൽ അതോ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഒരു രാജ്യരക്ഷയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവൻ്റെ ഈ അവിവേകം കണ്ട്, ഈ കുട്ടിക്കളി കണ്ട്, ഈ ഭ്രാന്തം കളി കണ്ട്, ആ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടുത്തെ ആളുകളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ ട്രംപണൻ പറഞ്ഞിരിക്കുന്നു എന്ത്, ഇസ്രായേൽ ചെയ്തത് വലിയ തെറ്റാണ് യഥാർത്ഥത്തിൽ. അപ്പം നമ്മളൊക്കെ എന്ത് വിചാരിച്ചു, ഇസ്രായേലിനെ ശാസിക്കും അല്ലെങ്കിൽ ഇസ്രായേലിനെ ശിക്ഷിക്കും. കാരണം ഇസ്രായേൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന്. അപ്പോൾ എടാ നീ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ബാപ്പ മകനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യാപകൻ ഒരു ശിഷ്യനോട് പറഞ്ഞാൽ, പിന്നെ അതിൻ്റെ അനന്തരഫലം ആ അധ്യാപകൻ്റെ അടുക്കൽ നിന്ന് തല്ലുകൊള്ളുമെന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത് ട്രംപിലേക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ട്രംപ് തീർച്ചയായിട്ടും തൻ്റെ ദാസനും ശിഷ്യനുമായിട്ടുള്ള ഈ പറയുന്ന നെതന്യാഹുവിന് രണ്ടെണ്ണം പൊട്ടിക്കും, അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ്. പക്ഷേ മറിച്ച് ഒരു പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ മറ്റോ ശാസിച്ചിരിക്കുന്നത് ഇറാനെയാണ്. അതായത് നിങ്ങൾ കാണണം, എന്തുകൊണ്ടെന്നാൽ തികച്ചും എൻ്റെ ദീദി എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞനുജൻ ചെയ്തിട്ടുള്ള ഈ അവിവേകത്തിന് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ഇല്ലാതാക്കും. ആകെ എനിക്ക് ആലിളകിയിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപ് അണ്ണൻ ഇറാന് നേരെ കണ്ണുരുട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വരെ ഈ പറയുന്ന പോസ്റ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു വാക്ക്. ആലോചിച്ച് നോക്കൂ. ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറയുന്നത് അറബ് ജനതയെക്കുറിച്ചല്ല കേട്ടോ, നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇനി എന്നെ വന്ന് ശാസിക്കുകയും ഇവിടെ അറബ് ജനങ്ങളും അവിടെ വന്ന് താമസിക്കുന്ന പ്രവാസികളും ഒക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അറബ് ലീഡർമാരുടെ ഈ എന്താ പറയുക, രണ്ടും കെട്ട ആണും പെണ്ണും കെട്ട ഈ നിലപാടിനെ അവരെല്ലാവരും ഒന്നിച്ച് തന്നെ ഒന്നടങ്കം വെറുക്കുകയും എന്താ പറയുക അറക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാകും ഈ പറയുന്ന അറബികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തലച്ചോറ് എന്ന് പറയുന്നതും നട്ടെല്ലും ഇല്ലാതായി പോയി. തലച്ചോറിന് പകരം അവരെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ട്രംപ് അണ്ണൻ്റെ വിസർജ്യം കുത്തി നിറച്ചിരിക്കുകയാണ് ഈ അറബ് നേതാക്കളുടെ തലച്ചോറിൽ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നട്ടെല്ലിന് പകരമാവട്ടെ ഈ നെതന്യാഹുവിൻ്റെയും ഈ പറയുന്ന ട്രംപ് അണ്ണൻ്റെയും നട്ടെല്ല് മാത്രമാണ്. അവർ ഏത് രീതിയിലാണോ അത് വളച്ചെടുക്കുന്നത് ആ രീതിയിലനുസരിച്ച് എല്ലാം ആവാം എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പറയുന്ന അറബ് ഇസ്ലാമിക് അതർ കൺട്രീസ് ആയാലും GCC ആയാലും ഒക്കെ ഈ എന്ത് ഭണ്ഡാരങ്ങളായാലും എന്തിനാണ് ഇവരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള ആ വാക്ക് വളരെ 100% ഫലപ്രദമായി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മലവെള്ളത്തിൽ അഥവാ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചവറുകളെ പോലെയായിരിക്കും. ഒരു അന്തസ്സും അഭിമാനവും ഈ സമുദായത്തിന് ഉണ്ടാവുകയില്ല എന്നർത്ഥം. ആലോചിച്ച് നോക്കൂ. ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടില്ലല്ലോ എന്നൊക്കെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കിയാമത്ത് അഥവാ ലോകാവസാനം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഫലപ്രദമായ തെളിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിൽ നിറങ്ങി അതിനെ വിസർജ്യം പോലും ഉണ്ടാക്കി വെച്ച് നോക്ക് കാട്ടിച്ചുകൊണ്ടാണ് അവർ. അത്രമാത്രം അങ്ങേയറ്റം തുല്യതയില്ലാത്ത പരിഹാസതയും അങ്ങേയറ്റം നിന്ദതയും ബൈത്തുൽ മുഖദ്ദസിനോട് പോലും ഈ പറയുന്ന ജൂതന്മാർ നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് എന്താണ് നടത്തിക്കൂടാത്തത്? അവർ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലുള്ള ആളുകളാണ്. കാരണം അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും പേരിൽ കള്ളങ്ങൾ കെട്ടിച്ചമച്ചു എന്ന് മാത്രമല്ല, ആ ദൂതനെ പോലും കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടായ ഒരു വ്യക്തികളാണ്, അവിവേകികളാണ്. ആ അവിവേകികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനെ ഒറ്റിക്കൊടുത്ത അവിവേകികളാണ് ഈ പറയുന്ന ഈ ട്രംപ് അണ്ണനും അവൻ്റെ ആളുകളും ജൂത നസാറാക്കൾ എന്ന് നമ്മൾ പറയുന്നില്ലേ. അവരോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരു തരം എന്താ പറയുക, ഒരു തികഞ്ഞ നിഷ്ക്രിയ മൈൻഡുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ശക്തിമത്തായിട്ടുള്ള താക്കീതുകൾ അല്ലേ, ഉപദേശങ്ങൾ ഈ ട്രംപ് അണ്ണന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ശാന്തമാകും ഈ രാജ്യം. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകം മൊത്തം സമാധാനമാകും. അതോടൊപ്പം തന്നെ ആയുധപ്പെട്ട ചൈനയോടും റഷ്യയോടും വടക്കൻ കൊറിയയോടും മറ്റുമൊക്കെ രാജ്യമായി വളരെ മാന്യമായ രീതിയിൽ ഈ പറയുന്ന ഈ ട്രംപ് അണ്ണൻ എന്ന് പറയുന്ന അവിവേകിയുടെ ഈ നേതൃത്വത്തിന് കീഴിൽ വരാതെ തങ്ങളുടെ തല പണയം വെക്കാതെ, അഥവാ അവിടെ
യഥാർത്ഥത്തിൽ എന്താ പറയുക, ട്രംപണ്ണൻ്റെ മാലിന്യം കുത്തി നിറച്ച തലയും അതോടൊപ്പം തന്നെ നദ്യാനോഹുവിൻ്റെ നട്ടലുമായി നടക്കുന്ന ഈ അറബികൾ എന്താ യഥാർത്ഥത്തിൽ അവർക്ക് ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു പോയിൻ്റുണ്ട്, അതാണ് ഞാനിവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഅബ ഷരീഫ് പൊളിക്കും കിയാമത്തോടടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആര് കേട്ടാലും പറയൂ ആ എന്തൊക്കെയാണ് വേണ്ടാത്തരം പറയാണ് നിങ്ങൾ. എങ്ങനെയത് കഅബ ഷരീഫ് പൊളിക്കുക എന്ന് പറയുന്നത്? അത് നടക്കുമോ? പ്രത്യക്ഷത്തിൽ കേട്ടാൽ നമ്മുടെ മനസ്സ് തന്നെ എന്താകും, ഒരു വൈകാരികമായിട്ട് ഭ്രമം കൊള്ളും അല്ലേ. എന്നാൽ അത് നടക്കുമെന്ന് റസൂൽ പറയുമ്പോൾ ഷഹാബികൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ അത് അറബികളുടെ സാന്നിധ്യത്തിലല്ലേ, അഥവാ സൗദി അറേബ്യയിലുള്ള അറേബ്യയിലെ ആളുകളിൽ മുസ്ലിമീങ്ങൾ അവരുടെ സാന്നിധ്യത്തിലാണല്ലോ കഅബ. ആ കഅബയെ എങ്ങനെയാണ് പൊളിച്ചടുക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് കഴിയുന്നത് എന്ന ചോദ്യത്തിന് മനുഷ്യർ അത്തരത്തിൽ ഇവരെ ടാർഗറ്റ് ചെയ്യും. അഥവാ അത്രമാത്രം തലച്ചോറ് ഇവർക്ക് വേണ്ടി പണയപ്പെടുത്തിയത് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ട്രംപണ്ണനും നദ്യാനോഹുവിനും വേണ്ടി തലച്ചോറ് പണയപ്പെടുത്തിയാൽ പിന്നെ കഅബ ഷരീഫ് പൊളിക്കുന്നതിന് എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ളത് അവർക്ക്? അങ്ങനെ അത് പൊളിച്ച് കടലിടാൻ ഇവർ തന്നെയാണ് തയ്യാറാകുന്നത്. ഇപ്പോൾ സൽമാൻ രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ കഥകളൊക്കെ. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്താ പറയുക, ഹാദിമുൽ ഹറമൈനി ഷരീഫൈൻ എന്നാണ് ഈ പറയുന്നവനെ എപ്പോഴും മുസ്ലിയർ, അഥവാ ഈ ഹറമിലെ ഇരു ദേവാലയങ്ങളിലും ഹറമിലും ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ ഇമാമുമാർ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു പദം പോലും തെറ്റിപ്പോകരുത് എന്ന എഴുത്തു കൊടുത്തിരിക്കുകയാണ് പ്രാർത്ഥനയിൽ. ഏതെങ്കിലും രീതിയിൽ ട്രംപണ്ണനെയോ നദ്യാനോവിനെയോ എന്താ പറയുക ഇസ്രായേലിനെയോ അമേരിക്കയെയോ മോശമായ രീതിയിൽ ഒന്നും പറഞ്ഞുകൂടാ എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു ഈ പറയുന്ന സൽമാൻ അണ്ണൻ്റെ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ടല്ലോ, എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ നാവ് കൊണ്ട് എന്തെങ്കിലും ഉരിയാടുകയോ ചെയ്താൽ പിന്നെ അയാളുടെ അഡ്രസ്സ് ഉണ്ടാവില്ല, അത് ഏത് ആലിമായിട്ടും കാര്യമില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിലേക്ക് മനുഷ്യൻ എത്തുകയാണ്, ഈ പറയുന്ന ആളുകൾ എത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി.